ഹലോ, നമസ്കാരം. സനീറാണ്. ഒരുപാട് കാലമായില്ലേ കണ്ടിട്ട്. ഈ സിമെന്റ് ചാക്കും തോളത്ത് കയറ്റി വെച്ചിട്ട് പോകണാണുമ്പോൾ ഇപ്പം നല്ല പണിയാണ്, മാരണ പണിയാണെന്ന് വിചാരിച്ചേക്കരുത്. ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്തേക്കുന്ന കേട്ടോ. അപ്പോൾ പരിപാടി എന്താണെന്ന് വെച്ചാലേ, നമ്മുടെ റിസോർട്ടിൽ ചെറിയ മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുറേ എന്താ പറയുക, ഒരു ബാൽക്കണി സെറ്റപ്പ് സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ഒരു വശം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മിറ്റിലും പാറപ്പൊടിയും സിമെൻറ്റൊക്കെ ആയിട്ട് വണ്ടി വന്നത്. എന്നെ ഒന്നും നോക്കിയില്ല. മാനേജറുടെ കുപ്പായം അങ്ങോട്ട് വലിച്ചൂരി കളഞ്ഞിട്ട് പണിക്കാരൻ്റെ കുപ്പായം എടുത്തിട്ടിട്ട് പിന്നെ സിമെൻറ്റും മണ്ണിലിറക്കാനും പിടിക്കാനും ബായുടെ കൂടെ മിക്സിങ് കൂടെ കൂട്ടിയിടാം. എന്നാന്ന് വെച്ചാലേ, എന്തെങ്കിലും ഒരു പണി കുറച്ചെങ്കിലും അറിയാവുന്നുള്ളൊരു സ്ഥിതിക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിക്കണമെങ്കിൽ ചുമ്മാ കൈയും കെട്ടിയിരിക്കുക. നമ്മൾ പഠിച്ചിട്ടില്ല എന്നല്ല, നമ്മുടെ വാപ്പിച്ച് നമ്മളങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്തെങ്കിലും പണി അറിയാവുന്ന പണി ഉണ്ടെങ്കിൽ ആരെങ്കിലും ചെയ്യണ കണ്ടു കഴിഞ്ഞാൽ അവനെ കൊണ്ട് പറ്റുമെങ്കിൽ അവരവരെ കൊണ്ടൊന്ന് സഹായിച്ച് കൊടുത്തേക്കരുടെ ചക്കാത്തായിട്ട് നമ്മുടെ വാപ്പ നമ്മളെ പഠിപ്പിച്ചേക്കണേ. ഈ പണിയൊക്കെ ചെയ്യണ കാണുമ്പോൾ എൻ്റെ വാപ്പിച്ച് എന്നെ വിളിച്ചിട്ട് ചീത്ത പറയുമെന്ന്, അത് വേറൊരു കാര്യം. നിനക്ക് വേറെ ഒരു പണിയില്ലായിരുന്നോ ഇറക്കാമെന്ന് ചോദിച്ചായിക്കോട്ടെ, ഇനിത്തെ ചീത്ത തന്നെ. പിന്നാരെ വാപ്പാ, ഇത് ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി എടുത്താട്ടോ സിമെൻറ്റും ചാക്ക് നമുക്കണൊക്കെ. അപ്പോൾ എന്നാന്ന് വെച്ചാലേ, ആ ബായി ഒറ്റയ്ക്കുള്ളൂ. കൂടെ വരാമെന്ന് പറഞ്ഞ ബായിന് വന്നില്ല. ബായി ഒറ്റയ്ക്കുള്ളൂ. പണി നടക്കുകയും ചെയ്യണം. അവിടെ ഫ്രെയിമിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അവർ ഷീറ്റ് ഇടുന്നതിന് മുമ്പ് കോൺക്രീറ്റ് ഇട്ട് തീർത്ത് കൊടുക്കുകയും വേണം. ഷീറ്റ് കയറ്റിയിട്ട് വേലി അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടിയിലേക്ക് ഇറങ്ങി അതിന് തൂണിന് അതിൻ്റെ കാലിട്ടേക്കണതിന് എന്താ പറയുക, കോൺക്രീറ്റുകളിൽ നടക്കില്ല എന്ന് വലിയ റിസ്ക് ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ കൂടെ മുട്ടുകുത്തി എഴഞ്ഞൊക്കെ മിലിറ്ററിക്കാർ പോകണവരൊക്കെ പോകേണ്ടി വരും. എന്നാൽ പിന്നെ നമ്മളങ്ങോട്ട് കൂടെ കൂടി കൊടുത്തേക്കാൻ ബായുടെ കൂടെ നമ്മളുണ്ടെന്ന് കട്ടയ്ക്കെന്നും പറഞ്ഞ് നമ്മളെ നിന്നിട്ട് ചെരുപ്പൊക്കെ അങ്ങോട്ട് ഊരിപ്പറിച്ച് പള്ളയെ കളഞ്ഞിട്ട് നിപ്പാട്ടെ കാണണേ സിമെൻറ്റും മണലും കുഴയ്ക്കാൻ വേണ്ടി. പണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ കോൺക്രീറ്റിൻ്റെ കട്ടലും ജെല്ലും ഉണ്ടാക്കാൻ പോയ സമയത്ത് ഈ കോൺക്രീറ്റ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പരിചയമുള്ളതിൻ്റെ പുറത്തായിട്ടായി മിക്സ് ചെയ്ത് കാണിച്ചു കൊടുക്കണേ. പിന്നെ വേറെ ഒന്നുമല്ല, ആയാസപ്പെട്ടുള്ള പണിയൊന്നും കാര്യമായിട്ട് ഇപ്പോൾ ചെയ്യാമല്ലോ, ശരീരത്തിനൊരു ആയാസം ആയിക്കോട്ടെ എന്നും വിചാരിച്ചു എന്ന്. അപ്പോൾ അത്രത്തോളമായെന്നും പറഞ്ഞിട്ട് സിമെൻറ്റും മണലും മിക്സും എല്ലാം കൂടി മിക്സ് ചെയ്ത് കോൺക്രീറ്റ് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കണം എങ്ങാട്ടേക്ക് കാണണേ. ഞാനൊരു വശത്തേക്ക് തൂത്തുകൂട്ടിയിട്ട് വെള്ളം വെച്ച് മിക്സ് ചെയ്തപ്പോൾ ബായി പറഞ്ഞു, ബയ്യ അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവൂല, അത്തങ്ങനെ ഇട്ടിട്ട് കഴിഞ്ഞാൽ നടപടി ആവൂല, ബയ്യ അതല്ല ചെയ്യണ്ടേ, ഇങ്ങനെ ചെയ്യണ്ടേന്നും പറഞ്ഞ് മിക്സ് ചെയ്യാനുള്ളത് ബാക്കിയും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്യാമെന്നും പറഞ്ഞ് ബായി വലിച്ചു വരിയിട്ട് മിക്സ് ചെയ്യട്ടോ. വെള്ളം പോരാ എന്നിട്ടാ പറയണേ. എലിമൂത്രം വരുന്ന മാതിരി വെള്ളം തന്നെ ഒരു പൈപ്പിൽ നിന്ന് വെള്ളം കുത്തി എടുത്തിട്ടാട്ടെ ഈ പണി അപ്പടിയും കാണിച്ചുകൊണ്ടിരിക്കണേ. തൊട്ടപ്പുറത്ത് നമ്മുടെ ഫ്രെയിം വർക്കിൻ്റെ മേസ്തിരി അവിടെ നോക്കി ഇന്ന് അഭിപ്രായമൊക്കെ പറയണ്ടിട്ടോ ശിബിച്ചേട്ടൻ പറയുന്ന അഭിപ്രായത്തിൽ ഈ മിക്സ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കാലയിലിടാൻ തികയൂല എന്ന് പറഞ്ഞു. ബായി പറഞ്ഞു ഇത് തികഞ്ഞ് ബാക്കി വരുമെന്ന്. എന്നാൽ പിന്നെ എന്തു ആവട്ടെ, ബായി സ്ഥിരമായിട്ട് പണിയണ ബായിക്ക് അറിയാലോ ഇതെന്തോരം എവിടെയൊക്കെ എങ്ങനെയൊക്കെ കൊള്ളേണ്ട വരുമെന്ന്. രണ്ടും കൽപ്പിച്ച് ചെയ്തേക്കാമെന്ന് വെച്ചു. പറ്റിയില്ലെങ്കിൽ അരച്ചാക്ക് സിമെൻറ്റ് ബാക്കി ഇരിപ്പുണ്ട്, ഒരു കൂട്ടും കൂടെ കൂട്ടാന്ന്. ശിവച്ചേട്ടൻ്റെ പണിക്കാരൻ അരുണാട്ടാ ഭിത്തിയിൽ കയ്യൊന്ന് നോക്കിയിരിക്കണത് ഇവൻ എന്നായി കാണിക്കണേന്ന് നോക്കിക്കൊണ്ട്. അവൻ്റെ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ തന്നെ അവൻ തിരിച്ചു പോയിന്ന്. രാകേഷാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വലങ്ങും എന്താ പറയുക, സ്പിരിറ്റ് ലെവലും കൈ പിടിച്ചുകൊണ്ട് നടക്കണ്ടിട്ട വെൽഡിങ് റാഡും സ്പിരിറ്റ് ലെവലും കൈ പിടിച്ചുകൊണ്ട്. ഇനി ഇതിനകത്ത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ കാണിക്കാനുള്ളതെന്ന് നോക്കിയിട്ട് എന്നടാ ഉള്ള മിക്സ് ചെയ്ത് ഇതിനെ മാത്രം മിക്സ് ചെയ്യാനുള്ളതെന്നായിരിക്കട്ടെ നിങ്ങൾ ചോദിക്കണം. ഞാൻ ഒരു സൈഡിൽ നിന്ന് മിക്സ് ചെയ്യും, ബായി പറയും അത് പോരാൻ കുറച്ചും കൂടെ വെള്ളം വേണം, നന്നായിട്ട് ലൂസാക്കി ഇടണം, എന്നാലാണ് മണ്ണിലേക്ക് സിമെൻറ്റിൻ്റെ കളി ഇറങ്ങി മണ്ണിൽ ഉറച്ച് കിട്ടുള്ളൂ. അത് പോരാ ഇത് പോരാന്നും പറഞ്ഞ് ബായി വീണ്ടും പണിയിപ്പിക്കുക കേട്ടോ. ചെന്ന് തല വച്ച് കൊടുക്കുകയും ചെയ്ത് ഊരിയെടുക്കാനും പറ്റാത്ത അവസ്ഥയായെന്ന് പറഞ്ഞ അവസ്ഥയായി പോയിട്ടാ. ഞാൻ മിക്സ് ചെയ്യണ രംഗം ഒന്നോടെ ഇട്ട വേറൊന്നുമല്ല കേട്ടോ. ആദ്യം കണ്ടപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ മിക്സ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബായി അവിടെ നൈസായിട്ട് ഇന്ന് മുറുക്കാൻ തിന്നണ രംഗം നിങ്ങൾ കണ്ടോ? അതിനൊരു വാണിംഗ് ഒക്കെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ വാണിംഗ് പറയുകയും കാണിക്കുകയും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ആ പരിപാടി നിർത്തി. അപ്പോൾ അതെ, നമ്മുടെ ഫ്രെയിമിൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ആ പണിയൊക്കെ തീർത്ത് അവിടുന്ന് മാറുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ കോൺക്രീറ്റ് കോരിയിരുന്നു കേട്ടോ. ഞാനും ബായും ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കണ കണ്ടപ്പോൾ നമ്മുടെ ജിമ്മും ബായി ആയ രാകേഷ് റൂം സർവീസും കാര്യങ്ങളെല്ലാം ക്ലീനിങ്ങും കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഞാനും കൂടെ കൂടാൻ വയ്യാന്നും പറഞ്ഞിട്ട് തൂമ്പെടുത്ത് കോരി ബക്കറ്റിലേക്ക് കോൺക്രീറ്റ് കോരിയിരുന്ന രംഗാട്ടേ കാണണേ. ഓനാളൊരു ജിംനാസ്റ്റിക്കാന്ന്, എന്ത് പണിയും ചെയ്തോളും, ഏതിലേയും വലിഞ്ഞു കയറിക്കോളും, ആൾ ഉഷാറാന്ന്.
ഓരോ കാലിൻ്റെ ചോട്ടിൽ കൂടി ഇടുന്നതൊക്കെ വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോഗ്രാഫർ ഇടയ്ക്കിടയ്ക്ക് മുങ്ങിപ്പോയത് കൊണ്ട് വീഡിയോയിൽ നിന്ന് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്ത കോൺക്രീറ്റ് നമ്മളൊരു കമ്പി കഷ്ണം കൊണ്ട് കുത്തി മണ്ണിലേക്ക് ഉറപ്പിക്കുക കേട്ടോ. കോൺക്രീറ്റിന് വെള്ളം കുറച്ച് കൂടുതൽ വേണമെന്ന് ബായി പറഞ്ഞപ്പോൾ ബായിക്ക് ഭ്രാന്തായതുകൊണ്ട് പടച്ചോനെ നിർത്തിയിട്ട് ഇവന് ഭ്രാന്താണ്, ഇത് എന്താവും എന്നൊക്കെ നമ്മൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അവസാനം ബായി പറഞ്ഞ കാര്യം സത്യമാണെന്നുള്ള മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളാ കുഴിയിലേക്ക് കൊണ്ടുപോയിട്ട് ചുമ്മാ മണ്ണിൻ്റെ കുഴിയിലേക്ക് കൊണ്ടുപോയിട്ട് കോൺക്രീറ്റ് ഇട്ടുകൊണ്ടിരുന്നപ്പോഴാട്ടോ നമുക്ക് മനസ്സിലായത് ബായി പറഞ്ഞതിലാണ് കാര്യം ഉണ്ടായിരുന്നത്. വീണ്ടും നനച്ച് മിക്സ് ചെയ്ത് കുറച്ച് ലൂസായിട്ട് ഇട്ടിട്ടേ കാര്യമുള്ളൂ എന്ന് ബായി പറഞ്ഞതിൻ്റെ ഗുട്ടൻസ് അവിടെയാട്ടോ പിടുത്തം കിട്ടിയത്. കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ക്യാമറാമാനും ഓരോ വ്യൂവും കണ്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് പുള്ളി ഇടയ്ക്കിടയ്ക്കോടെ വന്നിങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചുകൊണ്ടും പോകുന്നുണ്ട്. എന്നെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. വീഡിയോ എടുക്കണവനെ ഞാൻ എവിടെ നിന്ന് എങ്ങനെ ഉൾപ്പെടുത്താൻ? അങ്ങനെ ഓരോ കാലിൻ്റെ ചോട്ടിൽ കൂടെ ഇട്ട് കൊടുത്ത് ഓരോരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ഇത് കുത്തി ചെയ്യണ സമയത്ത് ഞാൻ പറയുന്നുണ്ട്, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വാപ്പ എന്നെ ചീത്ത പറയൂന്ന്. കാരണം കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നാണല്ലോ. 40 വയസ്സായി ഞാനിപ്പോഴും വാപ്പാക്ക് ചെറിയ പുള്ളിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഫ്രെയിമിൻ്റെ സ്ക്വയർ വർക്ക് ഷീറ്റ് വർക്ക് എല്ലാം കയറ്റിയിട്ട് ഷീറ്റ് ചുമക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. കാരണം അന്നേരത്ത് വീഡിയോ എടുക്കാനുള്ള ആളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും കൂടി ഷീറ്റ് ചുമന്ന് മുകളിൽ കയറ്റി അതിനുശേഷം ഷീറ്റ് ലെവലടിച്ച് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കയറ്റി ഇറങ്ങി കേട്ടോ. ഏകദേശം ഇതിൻ്റെ ഫൈനലായിട്ടുള്ള എല്ലാ രംഗങ്ങളും ഒന്നിച്ച് കാണിച്ച് ഒരു വീഡിയോയും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഷീറ്റ് കയറ്റിയിട്ട് സ്ക്രൂ ചെയ്ത് സെറ്റ് ആക്കിയിട്ടേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കിയുള്ള പണികൾ കുറച്ചും കൂടെ ബാക്കി കിടപ്പുണ്ടെന്ന്. ഈ ഫ്രെയിമിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് 2 മരങ്ങളുണ്ടായിരുന്നു. മരങ്ങൾക്ക് ഒരു കേടും പറ്റാത്ത രീതിയിൽ അതിൻ്റെ 2 കമ്പ് മാത്രം വെട്ടിക്കളഞ്ഞിട്ട് ബാക്കി അവിടെ നിലനിർത്തിക്കൊണ്ടാട്ടോ നമ്മുടെ ഈ ഫ്രെയിം വർക്ക് മുമ്പോട്ട് കൊണ്ടുപോകണത്. പ്രകൃതിയോട് അത്രയ്ക്കാണെങ്കിൽ തന്നെ നിന്നോട്ടെ എന്ന് ഒരു കുഴപ്പവും വേണ്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ ഫൈനലായിട്ടുള്ള വീഡിയോ ലൈറ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ട് അവസാനം എല്ലാം കൂടി എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ പുറകെ വരൂട്ടാ. ഇൻഷാ അല്ലാഹ് പറ്റുന്നത് പോലെ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാട്ടാ. താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഇസ് സനീർ പാലപ്പാടൻ.